അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹൃദയരെ, ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമാദരായതിൻ്റെ ഉദ്ദേശം ഇസ്ലാമിക ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട അറബ് കണ്ട ആദ്യ പടയോട്ടം നയിച്ച ധീരയോദ്ധാവിനെ ആവിഷ്കരിക്കാനാണ്. ഞങ്ങളുടെ കഥയുടെ പേര് സിന്ധിന്റെ പടനായകൻ. അതെ, സിന്ധിന്റെ പടനായകൻ. അഖില ചരാചര സൃഷ്ടാവിൽ ഞാൻ ഹംദോദി പാടിടാം. അഴകിൽ ത്വാഹ നബിയോരിൽ സലവാത്ത് മുരത്തിടാം. അഴകിൽ ത്വാഹ നബിയോരിൽ സലവാത്ത് മുരത്തിടാം. അഖില ചരാചര സൃഷ്ടാവിൽ ഞാൻ ഹംദോദി പാടിടാം. അഴകിൽ ത്വാഹ നബിയോരിൽ സലവാത്ത് മുരത്തിടാം. അഴകിൽ ത്വാഹ നബിയോരിൽ സലവാത്ത് മുരത്തിടാം. അറബിയിലെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തെ സിലാവത്ത് മലകളാൽ ചുറ്റപ്പെട്ട കൊച്ചു ഗ്രാമം. തേൻ കൃഷിയാലും മുന്തിരി തോട്ടങ്ങളാലും നിബിഡമായ തോയിഫിലെ തന്നെ ഉയർന്ന ഗോത്രമാണ് സാഖഫ്. സാഖഫിലെ തന്നെ ഉയർന്ന അപവ്യവസ്ഥനാണ് കാസിമും തന്റെ ഭാര്യ ഹബീബയും ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. എന്താണെന്നല്ലേ? അതെ, അവർക്ക് ഇന്നൊരു കുഞ്ഞ് പിറക്കാൻ പോവുകയാണ്. തനിക്ക് ഒരു ആൺതരിയെ തരണമെന്ന് റബ്ബിനോട് കാസിം രാപ്പകൽ വേദമെന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ അവർക്കൊരു ആൺതരി പിറന്ന ഉടനെ കാസിം കുഞ്ഞിന്റെ കാതിൽ ബാങ്ക് വിളിച്ചു. താൻ മനസ്സിൽ കണ്ട ആ പേര് കുഞ്ഞിന്റെ കാതിൽ പതുക്കെ ഉച്ചരിച്ചു. എന്താണ് ആ പേര്? മനസ്സിൽ മധുരം തിനിയും അഴക് മദതും ഉടയോന്റെ റസൂലരെ നാമമത് അസ്രമുല്ല വിരിഞ്ഞ മുഹമ്മദരേ. ആരംഭ പൈതലിനേറെ കണ്ടില്ല അതിനെ. ആ ഹൈറിൽ പൂമുഖ റബ്ബിൽ തേടുന്നു തണലേ. ആയുധമേന്താൻ ആ തിരുവിന് സമമായൊരു ഹൽക്കില്ല. ആലമിലകിലം കീർത്തി നിറഞ്ഞൊരു പേരും ഹൈറില്ല. മുഹമ്മദ്, അതെ, നേതൃപാടവത്തിന്റെയും നീതിയുടെയും പ്രതീകമായ മുഹമ്മദ് നബിയുടെ പേരല്ലാതെ മറ്റ് എന്ത് പേരാണ് കുഞ്ഞിന് നൽകേണ്ടത്? പക്ഷേ കാസിം തങ്ങൾക്ക് ആ പേര് ഒരുപാട് നാൾ വിളിക്കാനായില്ല. കാസിം തങ്ങൾ നാഥന്റെ വിളിക്ക് ഉത്തരം നൽകി, ഇന്നാ ലില്ലാഹ്. പക്ഷേ പിതാവിന്റെ ദീർഘവീക്ഷണം തെറ്റിയില്ല. ബുദ്ധിവൈഭവം കൊണ്ടും അയോഗ നഗയിലെ മേവേഗം കൊണ്ടും കാഴ്ചക്കാരെ അമ്പരപ്പിച്ചു. അമവിയ ഭരണകാലത്ത് നാട്ടിനെ മൊത്തം കിട്ടുകിട്ടാവിറപ്പിച്ച ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അനന്തരവനാണ് നമ്മുടെ കഥാനായകൻ. പെട്ടെന്നാണ് ഒരു ദിവസം ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ദർബാറിൽ നിന്നും വിളി വരുന്നത്. എന്തിനാണ് അവിടെ നിന്ന് വിളി വന്നത്? മുത്തായ കാസിം തങ്ങൾ സിന്ധാണല്ലോ മുന്നേറ്റം ഹജ്ജാജിന് സുറൂറായല്ലോ. ദീനിന്റെ അബവാബ് തുറക്കപ്പെട്ടു ആകെയും സന്തോഷം കൊണ്ടൊളിവായല്ലോ. തുഫകൊല്ലും സാരി ഗോർബാരിൽ നിന്ന് മടുക്കുന്നേ ഔലാദും ബിസൗജരുമെല്ലാം മസ്തുനാക്കിയെടുക്കുന്നേ. മുത്തായ കാസിം തങ്ങൾ സിന്ധാണല്ലോ മുന്നേറ്റം ഹജ്ജാജിന് സുറൂറായല്ലോ. ദീനിന്റെ അബവാബ് തുറക്കപ്പെട്ടു ആകെയും സന്തോഷം കൊണ്ടൊളിവായല്ലോ. അതെ, മുഹമ്മദ് കാസിം കൊട്ടാരത്തിലെത്തി. ജിന്നാസിയോട് ഹജ്ജാജിനോട് ചോദിച്ചു, എന്താണപ്പാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, സിലോണിലെ രാജാവ് നമുക്കയച്ച സമ്മാനങ്ങൾ അടങ്ങിയ കപ്പൽ സിന്ധിലെ കടൽ കൊള്ളക്കാർ കൊള്ളയടിച്ചിരിക്കുന്നു. സമ്മാനങ്ങൾക്ക് പുറമെ ശ്രീലങ്കയിൽ ഷഹീദായ ഭടന്മാരുടെ വിധവകളായ ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നു. അവരുടെ മേൽ കൈവെക്കാൻ കള്ളക്കാപ്പുകൾക്ക് അങ്ങനെ ധൈര്യം വന്നു? അതും ഈ അമവിയ ഭരിക്കുന്ന ഇക്കാലത്ത്. ഖലീഫ സിന്ധാർവ് നടത്താനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. അതിന് സൈനാധിപനായ നീ പോകണം എന്നാണ് എൻ്റെ താല്പര്യം. ഉത്തരവ് ലഭിച്ച ഉടനെ മുഹമ്മദ് ബിൻ കാസിം സിന്ധിലേക്ക് പുറപ്പെടുകയാണ്. 6000-ഓളം വരുന്ന കുതിരപ്പടയും 6000-ഓളം വരുന്ന കാളൽപ്പടയും 5ഓളം വമ്പൻ സൈന്യങ്ങളുമായി സിന്ധിലേക്ക് മുസ്ലിം സൈന്യം സിന്ധിന്റെ അതിർത്തിയിൽ എത്തിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. എന്താണ് ആ കാഴ്ച? ചെങ്കോലും കയ്യിലേന്തി പടവാളെടുക്കലായി തൗഹീദിൻ മന്ത്രമായി യുദ്ധം ശുറൂറിലായി ഉച്ചത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ചോര കണ്ട് ഭൂമിയും തരിക്കലായി ഉച്ച പോലെ പ്രകാശിക്കും കാസിം സിറാജരെ ഉച്ച പോലെ പ്രകാശിക്കും കാസിം സിറാജരെ ഉടയവന്റെ അമ്രുമായി ഭരിക്കലായി സിന്ധ് കൊല്ലും വീതിയിൽ തളിർക്കലായി. സുന്ദരനും സുമകനുമായ ഒരു യുവാവ് തലയെടുപ്പോടെ മാറും വിരിച്ച് ഊരിപ്പിടിച്ച വാളുമായി സൈന്യത്തിന് മുമ്പിൽ നിൽക്കുന്നു. ആരാണ് അയാൾ? അത് മറ്റാരുമായിരുന്നില്ല, മുഹമ്മദ് ബിൻ കാസിമാണത്. എല്ലാവരും അന്തം വിട്ട് നോക്കി നിന്നു. കാരണം ഇത്രയും പ്രായം ചെന്ന ആളുകളുടെ സൈന്യം നയിക്കുന്നത് ഈ ചെറുപ്രായക്കാരനോ? മുഹമ്മദ് ബിൻ കാസിമിന്റെ പേര് അബ്രവാളികൾ താണ്ടിയിരുന്നെങ്കിൽ പോലും കാണാത്തവരായിരുന്നു ഭൂരിഭാഗവും. അങ്ങനെ മുഹമ്മദ് ബിൻ കാസിമിന്റെ ആജ്ഞക്കായി ആ സൈന്യം കാത്തിരുന്നു. പ്രായഭേദമന്യേ ആയിരക്കണക്കിന് വരുന്ന ആ സൈന്യം തന്റെ ഒരൊറ്റ ആജ്ഞക്കായി കാത്തിരിക്കുകയാണ്. മുഹമ്മദ് ബിൻ കാസിം തന്റെ പടവാൾ ആകാശത്തേക്ക് ഉയർത്തി അവിടെ നിന്ന് പറഞ്ഞു, ധീരന്മാരെ, മറുപക്ഷത്ത് ഒരു വലിയ ശത്രു സൈന്യം നിങ്ങളെ നേരിടാൻ നിൽക്കുന്നുണ്ട്. ഒരിക്കലും പതറുക എന്ന ലക്ഷ്യം വെക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉച്ചാരത്തിൽ നാം നേരിടാൻ ശ്രമിക്കുക. എന്റെയും നിങ്ങളുടെയും കൂടെ പടച്ചറപ്പുണ്ട്. അല്ലാഹു അക്ബർ. നമ്മൾ ഇവിടെ നിന്ന് ജയിച്ചാൽ അതിരിന്റെ യോദ്ധാവ്, ഇല്ലെങ്കിൽ അതിരിന്റെ ഷഹീദ് എന്ന് അവിടെ നിന്ന് ഉറക്കെ അലറിക്കൊണ്ട് മുഹമ്മദ് ബിൻ കാസിം യുദ്ധം തുടങ്ങി അരനായിക പിന്നിട്ടതിന് ശേഷം ആളുകൾ കാണുന്നത് മുഹമ്മദ് ബിൻ കാസിമിന്റെ ശരീരമാകെ മുറിവുകൾ വീണ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന മുഹമ്മദ് ബിൻ കാസിമിനെയാണ്. അല്പസമയത്തിനുള്ളിൽ മുഹമ്മദ് ബിൻ കാസിം സിന്ധിൽ നിന്നും വിട വാങ്ങുകയായി. ബഹറിന്റെ അലകളിൽ ഓളങ്ങൾക്ക് നൊമ്പരം പടപ്പാട്ട് പാടിടുന്ന കാറ്റിലേക്ക് നമ്പരം ആലമെല്ലാതെയും അന്ന് ദുഃഖസാദരം സയ്യിദായ കാസിം തങ്ങൾ വേർപാടി നമ്പരം. അതെ, നാളെ നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല ആ മഹാന്മാരോടൊപ്പം നമ്മെ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു കഥാപ്രസംഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ യാ റബ്ബ്.